ഇന്ന് നമുക്ക് അടിപൊളിയൊരു ഇറച്ചിക്കറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അത് നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് സാദാ ചോറിൻ്റെ കൂടെയൊക്കെ കുഴച്ച് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനും ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇറച്ചിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് ഉപ്പും, ആവശ്യത്തിന് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. വെള്ളം ഒഴിച്ചിങ്ങനെ നന്നായിട്ടൊന്ന് ഇറച്ചി വേവിച്ചെടുക്കണം. കുക്കറിലായതുകൊണ്ട് തന്നെ 2 വിസിൽ വന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 2 വിസിലും കൂടി വന്നാൽ തന്നെ ഇറച്ചി സെറ്റായിട്ട് വെന്ത് വരും കേട്ടോ. ഇനി ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുക്കണം, ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, അതുപോലെ തന്നെ ജാറ് ചെറുതായപ്പോൾ ഞാൻ വലിയ ജാറിലോട്ട് മാറ്റിയതാണ്. വലിയുള്ളി 2 എണ്ണം, അതുപോലെ 2 തക്കാളി, മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് അരച്ചെടുക്കണം. മുളക് പൊടിയൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കേ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഒന്ന് അരിഞ്ഞതിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലോട്ട് ഒഴിച്ചിങ്ങാണ്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ, എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ വേവിച്ചെടുക്കട്ടോ മസാല. എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി അതിലോട്ട് തട്ടി കൊടുക്കുക. മസാലയൊക്കെ മൂത്ത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. ആ സമയത്ത് നമ്മൾ ഇറച്ചി ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിലോട്ട് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിങ്ങാണ്ട് കുറച്ച് വെള്ളം, നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഇറച്ചിയൊക്കെ ഇട്ട് നന്നായിട്ടത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഇറച്ചി മസാല ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം നമുക്ക് സിമ്മിലിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ. തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പിട്ടതാണ്, പക്ഷേ മസാല ഉപ്പ് കുറവാണെങ്കിൽ നോക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. തക്കാളി ഉള്ളിയൊക്കെ വാട്ടി നമ്മൾ ഇതാവുന്നതിനെക്കാട്ടും നല്ല ഇതുപോലെ അരച്ച് വെക്കുമ്പോൾ മക്കൾക്കായാലും കഴിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. അങ്ങനെ ഓരോന്ന് തക്കാളിയും ഉള്ളിയൊക്കെ കഴിക്കാത്ത മക്കളുണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ചൂടാറി വരുമ്പോൾ അതൊന്ന് കുറുങ്ങനായിട്ട് വരും. കൂടുതൽ വെള്ളം പോലെ ഉണ്ടാവില്ല കറി, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ നല്ല ചേർന്നുങ്ങാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു കറി കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത്. എല്ലാവർക്കും ബായ്, അസ്സലാമു അലൈക്കും.